നടത്തിയ എല്ലാ പരിശോധനകളിലും ആ പേഷ്യൻറ്റിന് നിപ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി പൂനെയുടെ റിസൾട്ടും കൂടിയാണ് വരാൻ ബാക്കിയുള്ളത്. അപ്പോൾ 41 വയസ്സുള്ള രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. അതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകർ, 14 പേർ കുടുംബാംഗങ്ങൾ, 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. നിലവിൽ ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇതിന് ഹയസ്റ്റ് റിസ്ക് അതുപോലെ അല്ല, 2 പേര് സമ്പർക്കം 2 പേരാണ് ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർ. 13 പേര് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. 62 പേർ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ നിന്ന് കലക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് എൻ്റെ ചേംബറിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DHS, DME, ഹെൽത്തിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉൾപ്പെടെയുള്ളൊരു യോഗം ചേർന്നിരുന്നു. കോഴിക്കോട് കലക്ടറും കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഓൺലൈനായി ആ യോഗത്തിൽ ചേർന്നിരുന്നു. അതിനുശേഷം നടത്തിയ റിപ്പോർട്ടിലാണ് 4 മണി വരെയുള്ള കണക്കാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കാലത്ത് നടത്താതിരുന്നത്. കാരണം 4 മണി വരെയുള്ള അതിൻ്റെ കണക്കനുസരിച്ച് പറയാമെന്ന് വെച്ചിട്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹയസ്റ്റും ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരോടും ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രോഗബാധിതൻ്റെ റൂട്ട് മാപ്പും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ രോഗം ബാധിച്ച വ്യക്തിയെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റിയ സന്ദർഭത്തിലും ഒന്നും കാര്യമായിട്ടുള്ള തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്പറുണ്ട് 0495 2373901, മൊബൈൽ 9072007767. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ആളുകൾക്ക്, കാരണം ഒരു ഭയമുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അത് സംശയ നിവാരണത്തിനായി ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അതോടൊപ്പം തന്നെ ഷിഗല്ല കേസുകളുടെ ഒരു സ്റ്റാറ്റസ് നിലവിൽ ഇപ്പോഴും നിലവിൽ തിരുവനന്തപുരത്ത് 6 കേസുകൾ പോസിറ്റീവായിട്ടുണ്ട്. കൊല്ലത്ത് 2 കേസ്, കോഴിക്കോട് 3, വയനാട്ടിൽ 9. അത് ഈ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും നടത്തിയ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ഇതുവരെയായിട്ട് 9. 7 കേസുകൾ കൺഫർമേഷന് വേണ്ടിയുണ്ട് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സിംറ്റംസ് 514 പേർക്കാണ് ഈ സിംറ്റംസ് കാരണം പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. സെക്കൻഡറി 64, ടോട്ടൽ 578. ഇനി ഹോസ്പിറ്റലുകൾ വയനാട്ടിൽ 47 പേര് ഹോസ്പിറ്റലുണ്ട്. കാരണം ഞാൻ മിനിഞ്ഞാന്ന് 38 കുറച്ച് ആൾക്കാർ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ അഡീഷണലായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച്
ആണ് ഞാൻ പറഞ്ഞത്. 47 കേസസ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമല്ല, പ്രൈവറ്റിലും ഉണ്ട്. അപ്പോൾ അതുപോലെ കോഴിക്കോട് 3 പേരെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 3 പേര്, കൊല്ലത്ത് 2 പേര്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഏതാ? അതെ അതെ, സിംറ്റം അല്ല, ഈ കേസസ്. അതെ, കേസസ് റിപ്പോർട്ട് ചെയ്ത ഒറിജിനൽ കൺഫർമേഷൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് 6, കൊല്ലത്ത് 2, കോഴിക്കോട് 3, വയനാട്ടിൽ 9 ആണ്. ഏതാ? അതെ അതെ, ഏതാ? അല്ല, കൺഫർമേഷൻ അല്ല, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, ലാബിൽ അയച്ചിട്ടേ ഉള്ളൂ. കാരണം ഇന്നലെയും കുറേ പേര് വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. മുമ്പ് അഡ്മിറ്റ് ചെയ്തവർ പോയിട്ടുമുണ്ട്. അതൊന്നും ഒരു എന്താ പറയേണ്ട, ഒരു അങ്ങനെ ഒരു ടെൻഷനുള്ള ഒരു അന്തരീക്ഷമില്ല. ഈ ആ വിദ്യാലയത്തിലെ ബസേലിയസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കിണർ പരിശോധിച്ചപ്പോൾ ബോർവെല്ലിൽ നിന്ന് ബാക്ടീരിയ ഇല്ല, പക്ഷേ കിണറിലുണ്ട്. ബാക്ടീരിയയുടെ അംശം ശക്തമായിട്ടുണ്ട്. പക്ഷെ അതൊന്ന് ഷിഗല്ലയുടെ മാത്രമായിട്ട് വേർതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആ വെള്ളം ശുദ്ധമല്ല. അതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ 2 കാര്യങ്ങളും നിയന്ത്രണത്തിലാണിപ്പോൾ. എന്തെങ്കിലും കാരണവശാൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രം കണ്ടെയ്ൻമെൻറ്റ് സോണാക്കാൻ കലക്ടർക്ക് അധികാരമുണ്ട്. പക്ഷേ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോഴത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇത് സംബന്ധിച്ചൊരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട്. അതായത് ഇതുവരെ നടത്തിയ ഒരു പഠനത്തിൽ ഈ മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ ഇതിൻ്റെ ഒരു ഇണചേരൽ സന്ദർഭമാണ്. ഈ സന്ദർഭങ്ങളിൽ കൂടുതൽ ജനങ്ങൾ വിജിലൻ്റ് ആവേണ്ട ഒരു സന്ദർഭമാണ്. അതായത് ഇതിനെ കല്ലെറിയുകയോ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ഇത് ചിറകിട്ടഴിക്കുന്നതും വിസർജ്യ വസ്തുക്കളൊക്കെ രോഗം പരത്താൻ ഇടയാക്കും. ഇപ്പോൾ വീട്ടിലൊരു വവ്വാലിൻ്റെ ഇതുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെ കല്ലെടുത്തെറിയോ, എന്നെ കല്ലെടുത്തെറിയുമ്പോൾ ചിറക് വീശി ഇതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗം വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട്. അപ്പോൾ വിജിലൻ്റ് ആവേണ്ടത്, ഇപ്പോൾ ഈ കേസ് നെഗറ്റീവ് ആണെങ്കിൽ ഇനിയിപ്പോൾ ഭാവിയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ മാസങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ ലഭ്യമായിട്ടുള്ള പഠന റിപ്പോർട്ടാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഇത് സംബന്ധിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ 2 സന്ദർഭത്തിലാണ് ഇത് കൂടുതൽ അപകടകാരികളായിട്ട് മാറിയത്. ഒന്ന്, ഇതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത 2018 അല്ലേ, 2018 അന്നാണ് നേഴ്സ് ഉൾപ്പെടെ മരണപ്പെട്ടത്. പിന്നെ 2022 അതിന് എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 വർഷങ്ങളിലാണ് ഏറ്റവും അധികം അപകടം ഈ രോഗം മൂലം ഉണ്ടായത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോഡൗണുകൾ വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് ഒരു ഗോഡൗൺ വാടകയ്ക്ക് കൊടുത്തു. അത് അദ്ദേഹം ആണ് ക്ലീൻ ചെയ്തത്. ആ സന്ദർഭത്തിൽ അവിടെ വവ്വാലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഈ മാസക്കാലം വളരെ വിജിലൻ്റ് ആകണം എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. Yeah, that will explain after this. അതൊക്കെ ഇതാണ്. ഒരു മരുന്നിന് ക്ഷാമമില്ല. ആവശ്യത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഏതാ? ഒരാളുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതുവരെ ഇത് വന്നിട്ടില്ല, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹം ഹയസ്റ്റ് റിസ്കിൽപ്പെട്ട ആളായിട്ട് അദ്ദേഹത്തിനോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മരുന്നുകൾക്ക് ക്ഷാമമൊന്നുമില്ല. കൂടുതൽ മരുന്നുകൾ നാളെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ ഒരു പ്രത്യേക മരുന്ന് വിദേശത്ത് നിന്ന് വരേണ്ടതാണ്. പക്ഷേ അത് ചെന്നൈയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. അപ്പോൾ അത് ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. ഇപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിൻ്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. ആ അതല്ല, അത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നത്. പ്രിക്കോഷൻ എടുക്കണമല്ലോ. ഇതുവരെ കേരളത്തിൽ നടത്തിയ എല്ലാ പരീക്ഷണങ്ങളിലും പോസിറ്റീവ്. ഏതാ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വലിയ കുഴപ്പമില്ലാണ്ട് അദ്ദേഹം പക്ഷേ വെന്റിലേറ്ററിലാണ്. അത് അഡ്മിറ്റാവുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഒരു ഘടകമാണ്. അത് വരേണ്ട ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വരുന്നതിലൊക്കെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ആരും വന്ന് പരിശോധിക്കുന്നതിനും കുഴപ്പമില്ല. എല്ലാ ചെയ്യാവുന്ന പ്രിക്കോഷനുകളും ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, അതിന് പ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും വൃത്തിയായി സൂക്ഷിക്കണം, പകരുന്ന രോഗമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് റെയ്ഡ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെയ്ഡുകൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര ഹോട്ടലുകൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമ്പർ ഉൾപ്പെടെ തരാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വെറുതെ റെയ്ഡ് നടത്തി ഇത്ര കട കൂട്ടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. ഏതൊക്കെ സ്ഥലത്ത് റെയ്ഡ് നടത്തി. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ പൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പൂട്ടിയതായിട്ടൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ വരുന്ന റിപ്പോർട്ട് മാത്രം കണ്ണടച്ച് വിശ്വസിക്കില്ല. കൂടുതൽ ആ കാര്യത്തിൽ നടപടി ഉണ്ടാവും. അത് തീരുമാനിച്ചിട്ടില്ല, 8% ഇല്ല. അല്ല, അതേ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഒരു എന്താ പറയേണ്ട, ഒരു അത്ര വളരെ മോശം സ്ഥിതിയുള്ള ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അനുബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമുണ്ട്. ആ അതിൻ്റെ റിസൾട്ടും പോസിറ്റീവാണ്. അല്ല, നമ്മുടെ എല്ലാ മാർഗവും നോക്കണമല്ലോ. പൂനെയിലാണ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ അത് കൺസിഡർ ചെയ്യുന്ന അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ താഴെയുള്ള എല്ലാ ഘടകങ്ങളിലും പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നവരെ കാത്തു നിന്നാൽ രോഗം പടരില്ലേ. ഇതിനിപ്പോൾ തന്നെയാണ് എന്നുള്ളൊരു രീതിയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. കണക്ട് ചെയ്തിട്ടാണ് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ലോക്കൽ ബോഡിയുടെ സഹായം കൂടെ തേടണം. ഈ രാമനാട്ടുകര ഈ വിഷയത്തിൽ തന്നെ ഞാൻ എം എൽ എയാണ് വിളിച്ച് സംസാരിച്ചിരുന്നു. റിയാസാണ് അദ്ദേഹം. ഇതിനോട് കലക്ടർ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളുമായിട്ട് രാമനാട്ടുകര ഫറൂഖ് മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷനുണ്ട്. എല്ലായിടത്തും ജനപ്രതിനിധികളെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം എന്ന് കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എം എൽ എനെ ഞാൻ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹം കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും കണ്ടെത്താൻ അതാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ അറിയോ, ഇയാളവിടെ പോയിട്ട് MRI സ്കാൻ എടുത്തിട്ടുണ്ട്, എക്കോ എടുത്തിട്ടുണ്ട്, വേറെ ക്രസൻറ്റ് ഹോസ്പിറ്റലും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടവരെ ചിലർ സ്വയം ക്വാറന്റൈൻ, ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ സ്വയം ക്വാറന്റൈനിൽ പോവുക. കണ്ടുപിടിച്ച് ഇത്രയാണ് റിസ്കിൻ്റെയും ഹയസ്റ്റ് റിസ്ക്കും ലോവസ്റ്റ് റിസ്ക്കും. അതിൻ്റെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കണക്കാണ്. ഇന്ന് 4 മണിയുള്ള കണക്കാണ് ഇപ്പോൾ പറഞ്ഞത്. കാലിക്കറ്റ് അവിടെയും പോയിട്ടുണ്ട്.
അതായത് കഴിഞ്ഞ മെയ് മാസം മുതൽ 10-ാം തീയതി മുതൽക്കാണ് കിട്ടിയ വിവരം. 10-ാം തീയതി മുതൽക്ക് കക്ഷി എല്ലായിടത്തും കറങ്ങിയിട്ടുണ്ട്. അത് അസുഖം കാരണമാണ്, മറ്റൊന്നുമല്ല. പനി വന്നു, ഡോക്ടറെ കാണിച്ച് പനിക്കുള്ള മരുന്ന് വാങ്ങി, വീണ്ടും പനി വന്നു. അപ്പോഴാണ് ഈ രോഗത്തിൻ്റെ സംശയം ഉണ്ടാകുന്നത്. ശരിയാണ്. പിന്നെ ക്വാറന്റൈനിൽ പ്രവേശിക്കാനുള്ള KHRWSൻ്റെ ഒഴിഞ്ഞ കെട്ടിടമുണ്ട്, അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, പ്രത്യേക സോണായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ച നടത്തുന്നുണ്ട്, അത് തീരുമാനം ഉണ്ടാക്കും. അത് ശ്രദ്ധയിൽപ്പെട്ടു. അത് വീണ്ടും തുറന്ന് നടത്താനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.